ദേ ഈ പൊങ്ങിയത് ഇവിടുത്തെ നമ്പർ 1 കള്ളസ്വാമിയാ. ഗംഗാദേവി കാത്തോളനെ. ഇവനെ പോലെ ഉള്ളവന്മാരാണ് ഇവിടുത്തെ യഥാർത്ഥ സ്വാമിമാരുടെ വില പോലും ഇല്ലാതാക്കുന്നത്. ഗംഗയിൽ ഇങ്ങനെയുണ്ട് തണുപ്പ്. നിങ്ങൾ അടങ്ങിക്കിടക്കല്ല, ചുമ്മാ കൊത്തി വലിക്കണം. ഗംഗാദേവി മലയാളിയാ, വർഷങ്ങളായി ഇവിടെ വന്നിട്ട്. നാട്ടിൽ വിസ തട്ടിപ്പ് നടത്തിയിട്ട് മുങ്ങിയതാ. ഇനി തിരിച്ചങ്ങടെ ചെന്നാലുണ്ടല്ല നാട്ടുകാർ തല്ലിക്കൊല്ലു അവനെ. ഗംഗാദേവി പൈൻ്റ് അടിക്കാനുള്ള കാശ് നോക്കിയാണല്ലേ. അടുത്ത ജന്മം ഗംഗയിൽ പായൽ വരാനുള്ള ജോലി കിട്ടിയിരുന്നെങ്കിൽ കുടുംബം പട്ടിണിയാവൂലായിരുന്നു. ആയ ബഹൻ ഇവനൊക്കെ ഇവിടെ വന്നിരിക്കണം. എന്നെ കണ്ടിട്ട് മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ല. ഇരകളെ കിട്ടിയ പിന്നെ കണ്ട പാപം നടിക്കത്തില്ല. എന്താ എന്റെ പേര്? എന്തോ ഒരു നീണ്ട പേരാണ്. പക്ഷെ ഞാൻ അയാൾക്കൊരു പേരിട്ടിട്ടുണ്ട്, സ്വാമി ഭോഗാനന്ദ ചതി. ഈ കിട്ടുന്ന കാശ് മുഴുവൻ കീടനും അടിച്ച് കണ്ട മുജറ ഡാൻസുകാരികൾക്ക് കൊണ്ട് കൊടുക്കലാണ് പതിവ്. നോക്കിക്കോണം അയാളുടെ ഓരോ നമ്പറുകൾ. ഓം കച്ചടത്തപ്പാ കച്ചടത്തപ്പാ കച്ചടത്തപ്പാ. मैं अपने दिव्य दृष्टि से देख सकता हूँ कि तुम्हारे पति के आत्मा को मोक्ष नहीं मिला है. वो आज भी गंगा के तट पर अलेने ने हिंदी लंदों പറയാ अलई रहा हूँ. उनके मोक्ष के लिए क्या उपाय है? सोना दान करना होगा. आपके आभूषण मुझे दे दीजिए, मैं उसे गंगा में बहा दूंगा. हरि ओम हरि ओम हरि ओम हरि कोई लियो मारी. ओम यारालवशासहळराहाम ओम कायक कायक ngaहाम ഓം യാരാലവശാസഹളറാഹാം. പെട്ടെന്ന് ഊരുവങ്ങളെ. ഓം ഹ്യോമാർ നേരത്താന്തോ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ തോന്നിയത് സ്വാഹാഹാം. ഇങ്ങോട്ട് വരുന്നെന്ന് തോന്നുന്നു സ്വാഹാഹാം. എനിക്ക് ജോലി ഉണ്ടായെന്ന് തോന്നുന്നു സ്വാഹാഹാം. മരിച്ചുപോയ ഭർത്താവിന്റെ ആത്മാവിന് മോഷം കിട്ടണമെങ്കിൽ സ്വർണത്തിൽ ആൽരൂപം ചെയ്യണമെന്ന് പറഞ്ഞ് ആ പാവത്തിന്റെ കഴുത്തേലും കാതേലും കിടക്കുന്ന അഴിച്ചു മാറ്റുക. ഇതൊന്നും അങ്ങനെ വിടാൻ പാടില്ല. എന്തോ എടാ, ഇവിടെ ഇതും ഇതിന്റെ അപ്പുറം നടക്കുന്നത്. ഇത് കേരളമല്ല, UP ആണ്, ഉത്തർപ്രദേശ്. ഉത്തരമില്ലാത്ത പ്രദേശം. ചോദിക്കാൻ ചെന്നാലേ അനാഥ ശവങ്ങൾ ഒരുപാട് ഗംഗയിൽ ഒഴുകി വരാറുണ്ട്. അതിലൊന്നാവണോ? കള്ളസ്വാമി എന്നെ കണ്ടിട്ടും കാണാത്ത മട്ടിരിക്കുമ്പോ ഞാൻ കണ്ടു എന്നൊന്ന് വരുത്തണമല്ലോ. വാ. ഓം സമ്മതിക്കില്ല. മകനെ പോളെ നീ പൊക്കോൾഹാം, കുഴപ്പിക്കരുത് സ്വാഹാം. പഴയ മുനിയും കോഴിക്കാലും സ്വാഹാം. പഴയ മുനി? അതെന്താ പുതിയൊരു പ്രയോഗം? പഴയതെന്ന് പറഞ്ഞാൽ ഓൾഡ്. ഓ കിട്ടിപ്പോയി. ഓൾഡ് മങ്ക് റമ്മും കോഴിക്കാലും. അപ്പൊ ഇന്നത്തെ രാത്രി കുശാലായി. നീ പോടാഹാം, വൈകുന്നേരം ഉറപ്പായിട്ട് കാണാം. പണ്ട് പോത്തിനെ കുളിപ്പിച്ചോണ്ടിരുന്നോണ്ട് കുഴപ്പമില്ല, മസാജൊക്കെ ഈസി. കണ്ട ആ സായിപ്പിനെ എണ്ണയിട്ട് സുഖിപ്പിച്ച് എല്ലാം ഊറ്റിയെടുക്കും കള്ളസ്വാമി. മുതു കംപ്ലീറ്റ് പായാലും അവൻ കുളിക്കാറുമില്ലേ. വഴുതൽ മസാജ്. This is a health massage, traditional Ayurvedic massage of Kerala. Kundalini power rejuvenated, Mooladhara chakra to Sushmna chakra nirvana. എന്റെ അമ്മേ, സായിപ്പ് ഇത് കേട്ട് മലന്നത് തന്നെ. സമ്മതിക്കില്ല. നീയൊക്കെ ഇവിടെ വന്നാടാ. എടാ, ഈ കർമ്മ മോക്ഷ സമാധി ഇങ്ങനെയുള്ള കീറിയെങ്കിലേ ഇതുപോലുള്ള സായിപ്പന്മാർക്ക് നമ്മളെ വിശ്വാസം വരൂ, നല്ല ചിക്കിളി തടയൂ. സ്വാമി സൂക്ഷിച്ചും കണ്ടൊക്കെ തിരുമണേ. നട്ടല്ലാണ്. വല്ല ഞരമ്പും പെടച്ച് ആ മൂലാധാരം തിരിഞ്ഞു കറങ്ങിയാലുണ്ടല്ല എഴുന്നേറ്റമില്ലാതായി പോവും. സായിപ്പേ സലാം. സായിപ്പിന്റെ വിധി. നീ പറയുന്ന കേട്ടാത്തൊന്നും ഞാൻ ഇതൊക്കെ പഠിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെന്ന്. നിനക്ക് പോവാൻ സായിപ്പേ. നിനക്ക് ആയുസുണ്ടെങ്കിൽ എഴുന്നേറ്റടക്കാം. എന്തോന്നടാ ഇത്? രാവിലെ തന്നെ മാറില്ല. ആവശ്യമുണ്ട് സുഗുണ, രണ്ടെണ്ണം അടിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. എടാ അനിയ, മദ്യത്തിന്റെ കുപ്പിയിൽ എഴുതി വച്ചിരിക്കുന്നത് നീ വായിച്ചിട്ടുണ്ടോ? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. ഓ പിന്നെ വല്ലപ്പോഴും രണ്ടെണ്ണം കഴിച്ചു എന്ന് വെച്ചാൽ ഒന്നും വരാൻ പോകുന്നില്ല. അത് പെണ്ണ് കെട്ടാത്ത നിനക്ക്. പെണ്ണ് കെട്ടിയ എനിക്ക് ഒരു പെഗ്ഗടിച്ചാലും ഒരു ഫുൾ അടിച്ചാലും സുലോചനയുടെ കിട്ടുന്ന അടി എനിക്ക് ഹാനികരം തന്നെയാണ്. സുഗുണ, എന്റെ ഒരു ആഗ്രഹം. എന്താ എനിക്ക് അടി കിട്ടുന്നതാ? അല്ല, പിന്നെ എന്റെ പറ്റി സുഗുണ രണ്ടെണ്ണം കഴിച്ചു. സത്യം പറ, നീ ഇത് എവിടെ നിന്ന് അടിച്ചു മാറ്റിയ പൈസ? ഇത് അടിച്ചു മാറ്റിയൊന്നും അല്ല, എന്റെ പുതിയ പടത്തിന് അഡ്വാൻസ് കിട്ടിയ പൈസയാണ്. പുതിയ പടം എന്ന് പറയുന്ന കേട്ടാത്തൊന്നും ഇതിനു മുമ്പ് 10-100 പടം ചെയ്തെന്നു. എടാ ശിവ, സത്യം പറ, ഇങ്ങനെ വെള്ളം അടിക്കാൻ വേണ്ടി മാത്രം നിനക്ക് എന്താ പ്രശ്നം? അതോ ഏതെങ്കിലും റോഡിന്റെ പണി നീ കോൺട്രാക്ട് എടുത്തോ? അല്ല, കോൺട്രാക്ടർമാരൊക്കെ ഇങ്ങനെയാണ്. അത് പിന്നെ എനിക്കൊരു പെണ്ണിനെ ഇഷ്ടമാണ്.
നീർക്കോലിക്കും സിൽക്കാരമോ? അതല്ല, പിന്നെ അവൾക്ക് വേറെ കല്യാണം ആലോചിക്കുക. വിവരമുള്ള തന്തേം തള്ളേ. എനിക്ക് അവളെ വിട്ടുകളയാൻ വയ്യ സുഗുണ. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം. അത് ശരി, പെൺ വിഷയത്തിൽ ഞാൻ നിന്നെ ഉപദേശിക്കണോ അല്ലേ? നാണമില്ലടാ എന്നോട് ഈ സമയത്ത് ഇതൊക്കെ വിളിച്ച് പറയാൻ. അങ്ങോട്ടല്ല, ബാറിനകത്തോട്ട് രണ്ടെണ്ണം അടിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. നിന്നെ ഇന്ന് ഉപദേശിച്ച് കൊല്ലും. പ്രേമിച്ച പെണ്ണിന്റെ കല്യാണം എന്നും പറഞ്ഞ് വെള്ളം അടിക്കാൻ നടക്കുന്നു. നാണമില്ലടാ നിനക്ക്. എന്നെ പോലെ തന്റെ ഇടം വേണോടാ, തന്റെ ഇടം. നീ ആ വെള്ളം അടിക്കുന്നവനെ കണ്ടില്ലേ? അവനാണ് പച്ചക്കറി കടയിൽ പ്രശ്നം ഉണ്ടാക്കിയ ഗുണ്ട. ഇന്ന് മൂടില്ലടാ, നാളെ അടിക്കാം. സുഗുണ, നീ ഇതെങ്ങോട്ട് പോകും? എന്നെ കൊണ്ടുപോയി കൊല്ലാൻ കൊടുക്കരുത്. വീട്ടിൽ അവള് മാത്രമേ ഉള്ളൂ. എന്നെ കൊല്ലരുത്, എനിക്കതിന് ഒരു ഇടപാടുമില്ല. ഓക്കെ, ക്ഷമിച്ചിരിക്കുന്നു. കൂട്ടുകാരായ ഗുണ്ടകൾ നിർബന്ധിച്ചപ്പോ അറിയാൻ രണ്ടെണ്ണം അടിച്ചുപോയി. ഇനി മേലത് ആവർത്തിക്കില്ല. അതൊന്നും കുഴപ്പമില്ല. സാറ് വാ, കഴിക്കാൻ എന്താ വേണ്ടതെന്ന് വെച്ചാ പറഞ്ഞാ മതി. സപ്ലയർ, സാറിന് എന്താന്ന് വെച്ചാ കൊടുക്ക. പിന്നെ ബില്ല് എന്റെ പേരിൽ എഴുതിയാ മതി. അയ്യോ, അതൊന്നും വേണ്ട. അത് പറഞ്ഞാ പറ്റില്ല സാർ, എന്തെങ്കിലും കഴിക്കണം പ്ലീസ് സാർ, പ്ലീസ്. ഒന്നും ഈ വൃത്തികെട്ട മോന്ത ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. വഴിയില്ല, എന്നെ ഇന്നലെ പ്രസവിച്ചേ ഉള്ളൂ. സാറോ? ഇവന് എന്തോ വശപ്പശ കൊണ്ട് കൂടെ കൂടുന്നതാ ബുദ്ധി. സോഡ ഇത്ര മതിയോ സാർ? ഈ ഇരിക്കുന്ന ശിവസാറാണ് വിദ്യാഭ്യാസത്തിന്റെ ഗുണം എനിക്ക് മനസ്സിലാക്കി തന്നത്. എന്നെ ഉന്നത വിദ്യാഭ്യാസം നേടാനായിട്ട് പഠിപ്പിക്കുന്നത് സാറാണ്. ഈ ഉന്നത വിദ്യാഭ്യാസം എന്നൊക്കെ പറയുമ്പോ ഏതുവരെയാ? ഹരിശ്രീ ഗണപതായേ നമഃ. ഒന്നും അറിയില്ലായിരുന്നല്ലോ. ആദ്യാക്ഷരത്തെയും തുടങ്ങാം ഞങ്ങള്. കൊള്ളാം. ഇപ്പൊ ഏതുവരെ പഠിച്ചു? ഹരി കഴിഞ്ഞു. സ്ത്രീക്ക് ചുറ്റിക്കെട്ട് കുറച്ച് കൂടുതലായതുകൊണ്ട് വേറൊരു സ്ത്രീ ശരിയാക്കി തരാമെന്ന് ഏറ്റിരിക്കുക സാർ. സാറും കൊള്ളാം, കുട്ടിയും കൊള്ളാം. അല്ല, ഇവരാരും ഒന്നും മിണ്ടില്ലേ? ഇവരങ്ങനെ അധികം സംസാരിക്കാറില്ല. എന്നാലും തടിയന്റെ പേരെന്താ? അധികം സംസാരിക്കാറുന്നോ? സാറിനെന്താ വേണ്ടേ? സാറിന് വേറൊന്നും വേണ്ട. പ്രേമിച്ച പെണ്ണിനെ കെട്ടണ അത്രേ ഉള്ളൂ. എന്റെ ഫൽഗുണ, നീ ഒന്ന് അടങ്ങ്. എന്നെ ആരും ചതിച്ചിട്ടില്ല. ആ കുട്ടിക്ക് വേറെ കല്യാണം ആലോചിക്കുന്നു. അത്രേ ഉള്ളു പ്രശ്നം. ഇതിന്റെ പേര് സാറിന്റെ മനസ്സ് വേദിക്കാൻ നമ്മൾ അനുവദിച്ചുകൂടാ. ഇന്നെന്റെ ആഘോഷമാണ്. ഇതെന്താ ഇത്ര എണ്ണം എടുത്തത്? എനിക്ക് ഷുഗർ ഉണ്ട്. അത് ശരി, എന്റെ ആഘോഷം ചേട്ടൻ ആചാരമായി മാറാതിരുന്നാ മതി. എടുക്കുക ചേച്ചി. ലോങ് 5 ഇയേഴ്സിന്റെ കാത്തിരിപ്പിന് ശേഷം ഞാനൊരു അച്ഛനാകാൻ പോവുകയാണ്. എടുക്ക. വെൽക്കം. ഇങ്ങനെയൊക്കെ നടന്നാ മതി. ഒരു കുഞ്ഞിക്കാല് കാണണ്ടേ? പിന്നെ കല്യാണം ആലോചിച്ചോണ്ടിരിക്കുക. കല്യാണം ആലോചിക്കുന്നുള്ളൂ. പരമ കഷ്ടം. കഴിഞ്ഞ ജന്മത്തിൽ നമ്മുടെ ശത്രുവാണ് ഈ ജന്മം നമ്മുടെ മക്കളായിട്ട് ജനിക്കുന്നു എന്ന് പറയപ്പെടുന്നു. അടുത്ത ജന്മത്തിൽ നമ്മുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരിക്കും എന്റെ ഇളയ മകൾ. താങ്ക് യു. പേര് ടിൻഡുമോൾ. ഞാനിവിടെ ഉണ്ട്. എന്റെ ഭാര്യ പ്രഗ്നന്റ് ആണ് സർ. താങ്ക് യു. എന്തിന്? സോറി, ലഡു എടുക്കണം. തെറ്റിപ്പോയി. ഈ കളവിയോട് എന്തിനാ താങ്ക് യു പറയുന്നത്? ചേച്ചി, എന്താടാ ലഡു ഒക്കെ? അറിഞ്ഞില്ലേ സുഗുണൻ അച്ഛനാവാൻ പോകുന്നു? അയ്യോടാ, രാവിലെ വീട്ടിൽ വന്നപ്പോ നീ പറഞ്ഞില്ലല്ലോടാ. ഇപ്പോഴല്ലേ ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടിയത്. കിട്ടിയ ഉടനെ ഞാൻ നേരെ വീട്ടിൽ പോയി സുലോചന അടുത്ത് കാര്യം പറഞ്ഞ് ലഡുവും വാങ്ങി ഇങ്ങ് പോന്നു. നന്നായി, എന്തായാലും നന്നായി. എനിക്ക് സന്തോഷമായി. ഇതെന്താ ചേച്ചി പതിവില്ലാതെ? എങ്ങോട്ടാ ഇത്? തുള്ളിച്ചാടി വരുവാണോ? അങ്ങോട്ട് വരുമല്ലായിരുന്നോ ഞാൻ? ഒരുപാട് സൂക്ഷിക്കേണ്ട സമയമല്ലേ ഇത്? എന്തായാലും ചേച്ചിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. വന്നേ പറയട്ടെ. അല്ല, നിനക്ക് വേണ്ടി വാങ്ങിച്ച കുറച്ച് പലഹാരങ്ങളാ. സ്വന്തം ബന്ധമെന്നൊക്കെ പറയാൻ നിങ്ങളൊക്കെയല്ലേ ഉള്ളൂ. എന്തിനാ ചേച്ചി ഇതൊക്കെ മേടിച്ച് വെറുതെ കാശ് കളയുന്ന? ചേച്ചി ഇത് കൊണ്ടുവന്ന് പിള്ളേർക്ക് നിനക്കായിട്ട് വാങ്ങിയ സാധനം നീ എന്തിനാടി കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്നത്? ചേച്ചി പിള്ളേർക്ക് വേറെ വാങ്ങിച്ചു കൊടുക്കും അല്ലേ? ചേച്ചി ഒന്ന് വന്നേ. ഇവിടെ കൈവിടുക സുഗുണ. എനിക്ക് സുലോചനയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വേണ്ടായിരുന്നു. കുറച്ച് നാൾ ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. ആഹാരമൊക്കെ ഞാൻ അവിടെ വെച്ച് ഇങ്ങോട്ട് കൊടുത്തേക്ക്. അല്ലെ വേണ്ട, ഈ വീട് അങ്ങ് പൂട്ടിയേക്ക്. നീ കൂടെ അവിടെ വന്ന് നിന്നാ മതി. അവിടെ ആവുമ്പോ അമ്മമാരുടെ ഒരു നോട്ടം ഉണ്ടാവുമല്ലോ. അല്ലെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടി, അമ്മമാരുടെ നോട്ടം ഉണ്ടാവുന്നാണ് ചേച്ചി പറഞ്ഞത്. അങ്ങനെയല്ലേ? അല്ല, അതിനെന്തിനാ ഈ വീട് പൂട്ടിയിടുന്നേ? എടി, വീട് പൂട്ടിയിട്ടാലല്ലേ അമ്മയ്ക്ക് നിന്നെ നോക്കാൻ പറ്റൂ. അമ്മയെ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ വീടിനെ നോക്കാൻ പറ്റുമോ? ചേച്ചി വന്നേ. വെപ്രാളം പിടിക്കാതടാ. ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയുമ്പോഴാ.
എത്രയും പെട്ടെന്ന് ഒരു ഗൈനക്കോളജിസ്റ്റ് കൊണ്ടത് കാണിക്കണം. ലേറ്റ് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ വെറുതെ ബി കോംപ്ലക്സും ഫോളിക് ആസിഡും ഇപ്പോഴേ വേണോന്ന് ചോദിക്കണം. കടുത്ത ജോലികളൊന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞാനാ. അങ്ങനെ അച്ഛനും അമ്മയും ആവുമ്പോഴെങ്കിലും രണ്ടുപേർക്കൊരു പക്വത വരുമല്ലോ. ഓഫീസിൽ സുഗുണൻ ലഡു കൊണ്ടുവന്നപ്പോ ആ നിമിഷം ഓടി എത്തണമെന്ന് വിചാരിച്ചതാ ഞാൻ. സുലോനെ